എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ പരീക്ഷകളിൽ സ്ഥിരമായി കാണാറുള്ള രസതന്ത്രത്തിൽ നിന്നുമുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ചാർജ് ഇല്ലാത്ത ഈ കണങ്ങളുടെ സാന്നിധ്യം ആറ്റം പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ചേർന്നതാണെന്ന് തെളിയിച്ചു. ഈ കണ്ടെത്തലിന് 1935 അദ്ദേഹത്തിന് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അണുസംഖ്യ, അറ്റോമിക് നമ്പർ. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക് നമ്പറിൻ്റെ അണുസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. 1913 ഹെൻറി മോസ്ലി അണുസംഖ്യയെ പ്രോട്ടോണുകളുടെ എണ്ണം അടിസ്ഥാനമാക്കി ആവർത്തന പട്ടിക പുനഃക്രമീകരിച്ചു. അണുഭാരത്തെ അടിസ്ഥാനമാക്കിയുള്ള മെൻഡലീഫിൻ്റെ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാനും കൂടുതൽ ശാസ്ത്രീയമായ ഒരു ക്രമീകരണം സാധ്യമാക്കാനും ഇതിലൂടെ കഴിഞ്ഞു. ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ, നോബിൾ ഗ്യാസസ്. ആവർത്തന പട്ടികയിലെ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനാൻ, റെഡോൺ എന്നീ ഉത്കൃഷ്ടവാതകങ്ങൾ മണമോ നിറമോ ഇല്ലാത്ത രാസപരമായി നിഷ്ക്രിയമായ ഏക ആറ്റോമിക വാതകങ്ങളാണ്. ഇവയുടെ ഉയർന്ന സ്ഥിരത കാരണം ബൾബുകൾ, ലേസർ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇവ ഉപയോഗിക്കുന്നു. pH മൂല്യം എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? സോറൻ സൊറൻസൻ ആണ് pH മൂല്യം എന്ന ആശയം അവതരിപ്പിച്ച വ്യക്തി. 1909 ഡാനിഷ് രസതന്ത്രജ്ഞൻ സോറൻസൺ അവതരിപ്പിച്ച pH മൂല്യം ഒരു ലായനിയിലെ ഹൈഡ്രജൻ അയോൺ സാന്ദ്രതയെ സൂചിപ്പിക്കുന്നു. 0 മുതൽ 14 വരെയുള്ള pH സ്കെയിലിൽ ആസിഡുകളുടെയും ആൽക്കലികളുടെയും വീര്യം അളക്കാൻ സഹായിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ, വെള്ളം, മണ്ണ് എന്നിവയുടെ അമ്ലത, ക്ഷാരത എന്നിവ നിർണ്ണയിക്കാൻ ഇത് നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. എഥനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്ന അസറ്റിക് ആസിഡിന്റെ 4% മുതൽ 8% വരെ വീര്യമുള്ള ജലലായനിയാണ് വിനാഗിരി. പഞ്ചസാര അടങ്ങിയ ലായനികളിൽ ബാക്ടീരിയകളുടെ സഹായത്താൽ പുളിപ്പിച്ചാണ് ഫെർമെന്റേഷൻ നടത്തിയാണ് ഇത് നിർമ്മിക്കുന്നത്. 2 മുതൽ 3 വരെ pH മൂല്യമുള്ള ഇത് ഒരു നേരിയ അമ്ല സ്വഭാവമുള്ള ലായനിയാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിൽ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും സ്ഥിതി ചെയ്യുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗം പിണ്ഡവും മധ്യത്തിലുള്ള ചെറിയ ന്യൂക്ലിയസിലാണ് അല്ലെങ്കിൽ ന്യൂക്ലിയോണുകളാണ്. ഇലക്ട്രോണുകൾ നിശ്ചിത പാതകൾക്ക് പകരം ഓർബിറ്റലുകളിലാണ്, ഇലക്ട്രോൺ മേഖലകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ഈ ഇലക്ട്രോൺ മേഖലകൾ വളരെ വലുതായതിനാൽ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ്. ഖരാവസ്ഥയിലുള്ള വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഏതാണ്? ഉത്പതനം, സബ്ലിമേഷൻ. ഖരാവസ്ഥയിലുള്ള വസ്തു നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഖരവസ്തുക്കൾ ഉരുകി ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് ഉത്പതനം. ഇതിൻ്റെ വിപരീതമാണ് ഡെപ്പോസിഷൻ. വസ്തുവിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറവായതിനാലാണ് ഉത്പതനം സംഭവിക്കുന്നത്. കർപ്പൂരം, ഡ്രൈ ഐസ്, അയോഡിൻ, നാഫ്തലിൻ ഗുളികകൾ എന്നിവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ് ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. നാരങ്ങ, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ സിട്രസ് പഴങ്ങൾക്ക് പുളിപ്പ് നൽകുന്നത് സിട്രിക് ആസിഡ് ആണ്. ഇത് ഭക്ഷണത്തിന് സ്വാദും സുഗന്ധവും നൽകാനും കേടാകാതെ സൂക്ഷിക്കാനും പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ആവർത്തന പട്ടികയിലെ തിരശ്ചീനമായ വരികളെ എന്ത് വിളിക്കുന്നു? പീരീഡുകൾ. ആവർത്തന പട്ടികയിലെ തിരശ്ചീനമായ വരികളെ പീരീഡുകൾ എന്നാണ് വിളിക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയിലെ 7 പീരീഡുകളിലെ മൂലകങ്ങൾക്ക് തുല്യ എണ്ണം ഇലക്ട്രോൺ ഷെല്ലുകളാണുള്ളത്. ഉദാഹരണത്തിന് 1ാം പീരീഡിലുള്ള മൂലകങ്ങൾക്ക് 1 ഷെല്ലും 2ാം പീരീഡിലുള്ളവയ്ക്ക് 2 ഷെല്ലുകളും ഉണ്ടായിരിക്കും. ഇടത്തുനിന്ന് വലത്തോട്ട് നീങ്ങുമ്പോൾ
അണുസംഖ്യ വർദ്ധിക്കുകയും രാസഗുണങ്ങൾ മാറുകയും ചെയ്യുന്നു. പട്ടികയിലെ ലംബനിരകളെ ഗ്രൂപ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. pH സ്കെയിലിൽ 7 എന്നത് ഒരു ലായനി നിഷ്പക്ഷമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. അതായത് ശുദ്ധജലം അമ്ലവുമല്ല ക്ഷാരവുമല്ല. എന്നാൽ ലവണങ്ങളും വാതകങ്ങളും അലിഞ്ഞു ചേരുന്നതിനാൽ കുടിവെള്ളത്തിന്റെയും പ്രകൃതിയിലെ ജലത്തിന്റെയും pH മൂല്യം സാധാരണയായി 6.5 മുതൽ 8.5 വരെ വ്യത്യാസപ്പെടാം. ലോഹങ്ങളും അലോഹങ്ങളും ചേർന്നുണ്ടാകുന്ന മിശ്രിതങ്ങളെ എന്ത് വിളിക്കുന്നു? സങ്കരലോഹങ്ങൾ, അലോയ്സ്. ലോഹങ്ങളും അലോഹങ്ങളും ചേർന്നുണ്ടാകുന്ന മിശ്രിതങ്ങളെ അലോയ്സ്, സങ്കരലോഹങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ലോഹങ്ങളെ മറ്റ് ലോഹങ്ങളോ അലോഹങ്ങളോ ചേർത്തുരുക്കി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നു. ഇവ ശുദ്ധലോഹങ്ങളെക്കാൾ കാഠിന്യവും തുരുമ്പിക്കാത്ത സ്വഭാവവും ദൃഢതയും ഉള്ളവയാണ്. ഉദാഹരണങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഇരുമ്പ്, കാർബൺ, ക്രോമിയം, നിക്കൽ എന്നിവ ചേർന്നത്. പിത്തള, ചെമ്പ്, സിങ്ക് എന്നിവ ചേർന്നത്. സ്റ്റീൽ, ഇരുമ്പ്, കാർബൺ എന്നിവ ചേർന്നത്. പാൽ തൈരായി മാറുന്നത് എന്ത് തരം മാറ്റമാണ്? രാസമാറ്റം, കെമിക്കൽ ചേഞ്ച്. പാൽ തൈരായി മാറുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്, ഒരു രാസമാറ്റമാണ്. ലാക്ടോബാസിലസ് ബാക്ടീരിയ പാലിലെ ലാക്ടോസ് പഞ്ചസാരയെ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നത് കൊണ്ടാണ് തൈര് പുളിയുള്ളതായി മാറുന്നത്. പുതിയ ഗുണധർമ്മങ്ങളുള്ള പദാർത്ഥം രൂപപ്പെടുന്നതിനാലാണ് ഈ പ്രക്രിയയെ രാസമാറ്റം എന്ന് വിളിക്കുന്നത്. മനുഷ്യരക്തത്തിന്റെ സാധാരണ pH നിരക്ക് എത്രയാണ്? 7.35 മുതൽ 7.45 വരെ. മനുഷ്യരക്തത്തിന്റെ സാധാരണ pH നിരക്ക് 7.35 മുതൽ 7.45 വരെയാണ്. നേരിയ ക്ഷാരഗുണമുള്ള രക്തത്തിന്റെ pH സന്തുലിതാവസ്ഥ ശരീരത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിൽ ചെറിയ മാറ്റം വന്നാൽ പോലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. ശ്വാസകോശങ്ങളും വൃക്കകളും ചേർന്നാണ് രക്തത്തിന്റെ ഈ pH അളവ് സ്ഥിരമായി നിലനിർത്തുന്നത്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം. ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ അണുഭാരമുള്ള മൂലകമാണ് ഹൈഡ്രജൻ. അണുസംഖ്യ 1 ഇതിന്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമാണുള്ളത്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഈ മൂലകം സാധാരണ താപനിലയിൽ വാതകാവസ്ഥയിലാണുള്ളത്. ആസിഡുകൾക്ക് നീല ലിറ്റ്മസ് പേപ്പറിനെ ഏത് നിറമാക്കാൻ കഴിയും? ചുവപ്പ്. ആസിഡുകൾക്ക് നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കാനാണ് കഴിയുക. ഇതിന് നേരെ വിപരീതമായി ക്ഷാരങ്ങൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്നു. ലിറ്റ്മസ് പേപ്പർ ഒരു ലായനി ആസിഡ് ആണോ അതോ ക്ഷാരമാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. മഞ്ഞൾ ഏത് തരത്തിലുള്ള pH സൂചകമാണ്? പ്രകൃതിദത്ത സൂചകം, നാച്ചുറൽ pH ഇൻഡിക്കേറ്റർ. മഞ്ഞൾ ഒരു പ്രകൃതിദത്ത സൂചകമാണ്, pH സൂചകമാണ്. മഞ്ഞൾ ഒരു ലായനിയുടെ ആസിഡ് ക്ഷാര സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിൽ ആസിഡ് ചേർത്താൽ മാറ്റമില്ലാതെ മഞ്ഞയായി തുടരുന്നു. എന്നാൽ ക്ഷാരം ചേർത്താൽ ചുവപ്പ് കലർന്ന തവിട്ടു നിറമായി മാറുന്നു. സോപ്പ് പോലുള്ള ക്ഷാരഗുണമുള്ള വസ്തുക്കൾ മഞ്ഞൾ കറയിൽ വീഴുമ്പോൾ നിറം ചുവപ്പായി മാറുന്നത് ഇതിന് ഉദാഹരണമാണ്. ഐസുരുകി വെള്ളമാവുന്നത് എന്ത് തരം മാറ്റമാണ്? ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ച്. ഐസുരുകി വെള്ളമാകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. ഐസുരുകി വെള്ളമാകുമ്പോൾ പദാർത്ഥത്തിന്റെ രാസഘടനയിൽ മാറ്റം വരുന്നില്ല. ഈ പ്രക്രിയയെ തിരിച്ചും സാധ്യമായതിനാൽ ഇതൊരു ഭൗതിക മാറ്റമാണ്. പാലിന്റെ രാസമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പുതിയ പദാർത്ഥങ്ങളൊന്നും രൂപപ്പെടുന്നില്ല. പാല് തൈരാകുന്നത് പോലെ സ്ഥിരമായ ഒരു മാറ്റമല്ല ഇത്. ആറ്റത്തിലെ ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ എന്ത് വിളിക്കുന്നു? സംയോജക ഇലക്ട്രോണുകൾ, വാലൻസ് ഇലക്ട്രോൺസ്. ആറ്റത്തിലെ ഏറ്റവും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ വിളിക്കുന്നത് സംയോജക ഇലക്ട്രോണുകൾ എന്നാണ്, വാലൻസ് ഇലക്ട്രോണുകൾ. ഒരു മൂലകത്തിന്റെ രാസസ്വഭാവം തീരുമാനിക്കുന്നത് സംയോജക ഇലക്ട്രോണുകളാണ്. ഉത്കൃഷ്ടവാതകങ്ങളെ പോലെ ബാഹ്യഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ നിലനിർത്തി സ്ഥിരത കൈവരിക്കാൻ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ കൈമാറ്റം ചെയ്തോ പങ്കുവച്ചോ രാസബന്ധത്തിൽ ഏർപ്പെടുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾക്ക് ബാഹ്യഷെല്ലിൽ ഒരേ എണ്ണം സംയോജക ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. തേനീച്ച കുത്തുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡ്. തേനീച്ച കുത്തുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡാണ് ഫോർമിക് ആസിഡ് അഥവാ മെത്തനോയിക് ആസിഡ്. ഇത് വേദനയും നീറ്റലും ഉണ്ടാക്കുന്നു. ബേക്കിംഗ് സോഡ പോലുള്ള ക്ഷാരഗുണമുള്ള ലായനികൾ കുത്തേറ്റ ഭാഗത്ത് പുരട്ടുമ്പോൾ
നിർവിരീകരണ പ്രവർത്തനത്തിലൂടെ, ന്യൂട്രലൈസേഷൻ പ്രവർത്തനത്തിലൂടെ ഈ ആസിഡിന്റെ തീവ്രത കുറയ്ക്കാനും ആശ്വാസം ലഭിക്കാനും സാധിക്കും. ആവർത്തന പട്ടികയിൽ ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ്? 17. ആവർത്തന പട്ടികയിലെ 17ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെയാണ് ഹാലജനുകൾ എന്ന് വിളിക്കുന്നത്. ഹാലജനുകൾ ഉയർന്ന ക്രിയാശീലതയുള്ള അലോഹങ്ങളാണ്. ബാഹ്യഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉള്ളതിനാൽ സ്ഥിരത കൈവരിക്കാനായി മറ്റൊരു ഇലക്ട്രോണിനെ കൂടി സ്വീകരിക്കാൻ ഇവയ്ക്ക് വലിയ പ്രവണതയുണ്ട്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.